മുൻ ചീഫ് സെക്രട്ടറി വി.പി. ജോയ്ക്കെതിരെ സി.എ.ജി റിപ്പോർട്ട്. ചീഫ് സെക്രട്ടറിയുടെ പുനർനിയമനം ചട്ടവിരുദ്ധമെന്ന് സി.എ.ജി റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് കർമാനോസിന്. സർവീസിലിരുന്ന അധിക തുക കൈപ്പറ്റി, കൂടാതെ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചീഫ് സെക്രട്ടറി നടത്തിയെന്നും പറയുന്നു. കേരള സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് വി.പി. ജോയ് 19.3 ലക്ഷം രൂപ അധികമായി കൈപ്പറ്റി എന്നും സി.എ.ജി കണ്ടെത്തിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിച്ച വി.പി. ജോയ്ക്ക് പുനർനിയമനം നൽകാൻ പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ തസ്തിക സൃഷ്ടിക്കുകയായിരുന്നു. വിരമിച്ച IAS-കാരെ വീണ്ടും നിയമിക്കുന്നത് സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റ സാധ്യതകൾ നശിപ്പിക്കുകയാണ് എന്നും സർക്കാരിന് സാമ്പത്തിക ബാധ്യത വരുത്തുകയാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. ചീഫ് സെക്രട്ടറി, DGP പദവികളിൽ ഇരിക്കുന്നവർ CPM താൽപര്യാനുസരണം നടത്തുന്ന വഴിവിട്ട സഹായങ്ങൾക്ക് പ്രത്യുപകാരമാണ് പുനർനിയമനങ്ങളെന്നും ആക്ഷേപം നിലവിലുണ്ട്. സർവീസിൽ വി.പി. ജോയ് എന്ന ആൾ സമ്പാദിച്ചത് എത്ര? എവിടെയൊക്കെ ഭൂമിയും സമ്പാദ്യവും ഉണ്ട്? ഏതൊക്കെ രാജ്യം സന്ദർശിച്ചു, താമസിച്ചു? എത്ര ഫ്ളാറ്റുകളുണ്ട്? ഇതിനെല്ലാം ഉത്തരം അറിഞ്ഞാൽ ഞെട്ടരുത്. കാരണം അദ്ദേഹം പിണറായി വിജയന്റെ വലം കൈയായിരുന്നു. ശിവശങ്കരൻ സർവീസിൽ നിന്നും പോയപ്പോൾ പിണറായിയുടെ വിശ്വസ്തനായ ആളായി സേവനം ചെയ്ത വ്യക്തിയാണ്. വിദേശയാത്രകളിൽ ഇദ്ദേഹം നിഴലും വെളിച്ചവുമായി പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നു. കീഴ്വഴക്കം അനുസരിച്ച് പുനർനിയമനം ലഭിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നത് പെൻഷൻ കിഴിച്ചുള്ള തുകയാണ്. ഈ ചട്ടം മറികടന്ന് പ്രത്യേക ഉത്തരവിറക്കിയാണ് വി.പി. ജോയ്ക്ക് 5 ലക്ഷം രൂപ ശമ്പളത്തോടെ നിയമിച്ചിട്ടുള്ളത്. ചീഫ് സെക്രട്ടറിക്കെതിരെ കേസെടുത്താൽ മുൻ ചീഫ് സെക്രട്ടറി ജയിലിലും ആയേക്കാം. അത്ര ഭീകരമായാണ് പൊതുഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പബ്ലിക് എന്റർപ്രൈസസ് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ എന്ന പുതിയ തസ്തിക സൃഷ്ടിച്ചായിരുന്നു വി.പി. ജോയുടെ നിയമനം. PSCയെ നോക്കുകുത്തിയാക്കിയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ റിക്രൂട്ട്മെന്റിന് പുതിയ സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയത്. ചെയർമാനെ നിയമിച്ചതിന് പിന്നാലെ ബോർഡിന് ഓഫീസ് സ്റ്റാഫിലേക്ക് 25 പേരെയും നിയമിച്ചിരുന്നു. സർക്കാരിന് ഇതിലൂടെ അധിക കോടികളുടെ ബാധ്യതയുമുണ്ടായി. ചീഫ് സെക്രട്ടറി ആയിരിക്കെ മുഖ്യമന്ത്രിയുടെ താൽപര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥനാണ് വി.പി. ജോയ്. സർക്കാർ താൽപര്യം സംരക്ഷിക്കാൻ വി.പി. ജോയ് നടത്തിയ ഇടപെടലുകൾ പലപ്പോഴും കോടതികളിൽ സെക്രട്ടറിമാരെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിൽ പിണറായിയുടെ താൽപര്യം അനുസരിച്ച് വി.പി. ജോയ് മരവിപ്പിച്ചതിന് ആഭ്യന്തര സെക്രട്ടറിയെ ഹൈക്കോടതി ശാസിച്ചു. ഓർത്തഡോക്സ് പാത്രിയർക്കി സഭാ തർക്കത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കുകയും ഇരുവിഭാഗങ്ങൾ തമ്മിൽ ധാരണ ഉണ്ടാക്കിയതായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. മുഖ്യന്റെയും കുടുംബത്തിന്റെയും അമേരിക്കൻ സന്ദർശനത്തിനുൾപ്പെടെ ചുക്കാൻ പിടിച്ചതും ജോയിയാണ്. മുഖ്യന്റെ വിശ്വസ്തനായിരുന്ന ശിവശങ്കരൻ ജയിലിലായ ശേഷം ഭരണതലത്തിലെ കൃത്രിമങ്ങൾ നടപ്പാക്കിയത് ജോയ് മുഖേനയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പാർട്ടിക്കാരെയും ബന്ധുക്കളെ നിയമിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു ജോയിയുടെ പുതിയ തസ്തിക എന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു. ചീഫ് സെക്രട്ടറിമാരെ തീറ്റിപ്പോറ്റാൻ പിണറായി സർക്കാരിനുള്ള ശുഷ്കാന്തി ഒരു തരത്തിൽ അഭിനന്ദിക്കുക തന്നെ വേണം. ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോയാലും അവരെ കൊഴിപ്പിക്കാൻ സർക്കാർ എടുക്കുന്ന മുൻകൈകളെ കുറിച്ച് പറയാതെ തരമില്ല. വിരമിച്ച ചീഫ് സെക്രട്ടറിമാർക്ക് സർക്കാരിന്റെ പുനർനിയമനത്തിലൂടെ മാസം 5 ലക്ഷമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. മുൻ ചീഫ് സെക്രട്ടറിമാരായ ഡോക്ടർ വി.പി. ജോയ്, ഡോക്ടർ K.M. എബ്രഹാം എന്നിവർക്കാണ് വിരമിച്ച ശേഷം പുനർനിയമനം നൽകിയത്. ജോയിയെ പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷനും റിക്രൂട്ട്മെന്റും ബോർഡ് അധ്യക്ഷനായും ഇബ്രാഹാമിനെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള അതേ ശമ്പളം പെൻഷനൊപ്പം വാങ്ങുന്നത് ചട്ടവിരുദ്ധമാണ് എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അഖിലേന്ത്യാ ഉദ്യോഗസ്ഥരുടെ സർവീസ് ചട്ടത്തിലെ 4(2) വകുപ്പ് അനുസരിച്ച് വിരമിച്ചവർ പുനർനിയമന കാലത്ത് പെൻഷൻ വാങ്ങാൻ പാടില്ല. സൈനികർക്ക് മാത്രമേ ഇളവുള്ളൂ. കേന്ദ്ര ചട്ടം മറികടക്കാൻ സംസ്ഥാന സർവീസ് ചട്ടമായ KSR-ൽ സർക്കാർ ഇളവ് നൽകുകയായിരുന്നു. വിരമിച്ച ഉദ്യോഗസ്ഥർക്ക് പുനർനിയമനം നൽകുമ്പോൾ പെൻഷൻ കിഴിച്ചുള്ള തുകയെ നൽകാറുള്ളൂ. ലോകായുക്തയിലും മനുഷ്യാവകാശ കമ്മീഷനിലും അടക്കം നിയമിതരായ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസുമാർക്ക് പോലും ഇങ്ങനെയാണ് നൽകുന്നത്. 1.7 ലക്ഷം രൂപയോളമാണ് ചീഫ് സെക്രട്ടറിമാർക്ക് പെൻഷനായി ലഭിക്കുക. ചീഫ് സെക്രട്ടറി ഗ്രേഡിൽ അവസാനം ശമ്പള ഇനത്തിൽ വാങ്ങിയ 3.5 ലക്ഷത്തോളം രൂപയാണ് റിക്രൂട്ട്മെന്റ് ബോർഡ് തലവൻ എന്ന നിലയിൽ വി.പി. ജോയ്ക്ക് ശമ്പളമായി അനുവദിച്ചിരുന്നത്. ഇതിനൊപ്പം ചട്ടത്തിൽ ഇളവ് നൽകി. ഫുൾ പെൻഷൻ വാങ്ങാനും മന്ത്രിസഭാ യോഗം അനുമതി നൽകി. ഫലത്തിൽ 5 ലക്ഷത്തോളം രൂപ മാസം ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് ഇങ്ങനെയാണ്. കാറും സ്റ്റാഫും പല അലവൻസും ഇതിനു പുറമെയാണ്. വിരമിക്കുമ്പോൾ 40% പെൻഷൻ കമ്മ്യൂട്ടേഷനായി അനുവദിക്കും. നിശ്ചിത ഫോർമുല പ്രകാരം സർവീസ് കാലാവധി അടക്കം പരിഗണിച്ച് പരമാവധി ലഭിച്ചേക്കാവുന്ന പെൻഷന്റെ 40% തുക ഒറ്റത്തവണയായി കൈപ്പറ്റുന്നതാണ് കമ്മ്യൂട്ടേഷൻ. ഇതുകൂടാതെ ഫുൾ പെൻഷൻ കൂടി അനുവദിക്കുന്നത് ഇരട്ട പേയ്മെന്റിന് തുല്യമാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിമാർക്കും മറ്റുമായി വാങ്ങിയ കാറുകളുടെ എണ്ണം കേട്ടും കേരളം ഞെട്ടിയിരുന്നു. എന്തിനാണ് ഇത്രയും കാറുകൾ എന്ന് ചോദിക്കരുത്. അവർ മന്ത്രിമാരാണ്, അതുകൊണ്ട് തന്നെ ചോദ്യമില്ല. എന്നാൽ പിന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തരാമോ? പെൻഷനും ആനുകൂല്യങ്ങളും കിട്ടാത്ത ഇവിടുത്തെ പാവകൾ അവർ എന്ത് ചെയ്യണം? അതിനും ഉത്തരമില്ല. ധൂർത്ത്, പാഴ്ചെലവ് എന്നിവ മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നിരവധിയാണ്. അതിനിടയിലാണ് സർക്കാർ വരുത്തിയ ഇത്തരത്തിലുള്ള ധൂർത്തും പാഴ്ചെലവ് കണക്കുകളും. ഇങ്ങനെ ക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങുന്നതിലേക്ക് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചത് ഈ ധൂർത്ത് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് ആഡംബര കാറുകൾക്കും അനാവശ്യ കോടതി വ്യവഹാരങ്ങൾക്കും ചിലവിട്ട കോടികൾ. ക്ഷേമ പെൻഷൻ മുടങ്ങിയതോടെ 55 ലക്ഷം ഗുണഭോക്താക്കൾ ദുരിതത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദേശ യാത്രകൾക്ക് ചിലവാക്കിയത് കോടികളാണ്.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ തൊഴുത്തു പണിയാൻ മാത്രം 45 ലക്ഷമാണ് ചിലവാക്കിയത്. സർക്കാരിനെതിരെയുള്ള വിധികളിൽ അപ്പീലിനും മറ്റുമായി നൽകുന്ന വക്കീൽ ഫീസ് തന്നെ വൻ തുകയാണ്. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഹൈക്കോടതിയിൽ നിരവധി കേസുകൾ വാദിക്കാൻ കോടികളാണ് ചെലവാക്കിയത്. അഭിഭാഷകരുടെ താമസത്തിനും മറ്റുമായി ലക്ഷക്കണക്കിന് രൂപ വേറെയും നൽകിയിരുന്നു. സുപ്രീം കോടതിയിലെ ചിലവിന് പുറമെയാണിത്. എന്തായാലും ഇപ്പോൾ CAG റിപ്പോർട്ട് വരുമ്പോൾ സർക്കാർ ഇതിന് ഉത്തരം പറയുക തന്നെ വേണ്ടിവരും. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.